ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാരറ്റ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ ഡെസ്റ്റിനി മാറ്റി എഴുതാനാവില്ല നിങ്ങളുടെ. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. സോ Hanged Man, King of Swords, Judgment, Empress, Queen of Wands and Four of Pentacles energy connections ആണ്. സോ സ്റ്റാർട്ട് വിത്ത് ഹാങ്ഡ് മാൻ എനർജി സ്റ്റഫാണ് ഇത്. നിങ്ങളുടെ ഗോള്, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഗോളിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ്. സ്റ്റക്കായ, അതായത് ഇതുവരെ ലൈഫിൽ സ്റ്റക്കാണ് എന്നൊരു ഫീലിംഗിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. നിങ്ങൾ വെരി പോസിറ്റീവായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുവരെ ഹോപ്പ് ചെയ്ത കാര്യം സാധ്യമാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾക്ക് മാറ്റിമറിക്കാനാവില്ല. അതായത് പോസിറ്റിവിറ്റിയിലേക്കുള്ള നിങ്ങളുടെ ആ ഒരു ജേണി നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. പല കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ബെനിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട്. തീരെ പ്രതീക്ഷിക്കാതിരുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ബെനിഫിഷ്യലായിട്ട് വരുന്ന ഒരു സാഹചര്യം എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓൾമോസ്റ്റ് പല ആളുകളെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം എന്ന് പറയുന്നത് എല്ലാം നിങ്ങളുടെ കൺട്രോളിലാണ് എന്നുള്ളൊരു ഫീലിങ്ങിലേക്കാണ് വരുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും അതൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല, നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ മാറി പലതും നിങ്ങളുടെ കൺട്രോളിലായി വരുന്നൊരു സിറ്റുവേഷനാണ് എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇതിവിടെ കാണിക്കുന്നത്. ലൈഫ് എങ്ങനെയാണ് മാറാൻ പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു സ്റ്റക്ക് ഫീലിംഗിൽ നിന്ന് കിങ് ഓഫ് സോർഡ്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു എനർജി, കിങ് ഓഫ് സോർഡ്സ് എനർജി എന്ന് പറയുന്നത് നോളേജാണ്, വിസ്റ്റം. നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു നോളേജ് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് പറയാം. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിൽ ഒത്തിരി ആഗ്രഹിച്ച് മോഹിച്ചിരുന്ന കോഴ്സ് ലഭിക്കുകയാണ്. ഇപ്പോൾ എൻട്രൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അതൊരു ഭാഗ്യമാണ് ഈ ഒരു സമയം. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. ഇതിന് കൂടുതലായിട്ടും പുസ്തകങ്ങൾ, ജ്ഞാനം നേടുക, അതുമൊക്കെ ആയിട്ട് ഒത്തിരി ബന്ധമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, റിസർച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒത്തിരി സാധ്യത ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻഡിങ്ങും ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. പലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ കണക്ട് ചെയ്യാൻ പറ്റാത്തതാണ് ഒരു ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ലൈഫ് എങ്ങനെയാണ് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നുള്ളത് മനസ്സിലാകും. നമ്മൾ ഒരു എനർജി, നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലും നിങ്ങൾക്ക് എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ടേക്ക് പോകാൻ, ഒരു സിംഹത്തെ പോലും മെരുക്കിയെടുക്കാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ് ഓഫ് എനർജി. അതായത് ഏതൊരു ചാലഞ്ച് വന്നാലും സുഖമായിട്ട് അതിനെ നിങ്ങൾ കൺട്രോൾ ചെയ്യുന്ന, അതായത് നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങളുടെ കൺട്രോളിലാണെന്നുള്ളൊരു ഫീലാണ്. ആ ഒരു ഫീൽ വരുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് വരും. പലപ്പോഴും നമ്മുടെ കൺട്രോളിലല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ വളരെയധികം കോൺഷ്യസ് ആവുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കൺട്രോളിലാണ് എന്നുള്ളത് വളരെയധികം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി തരുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളത് സൂചിപ്പിക്കുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയം ഒരു പ്രത്യേക വ്യക്തിയായിരിക്കാം. ആ ഒരു വ്യക്തിയുടെ സഹായത്തോടു കൂടിയിട്ട് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഒത്തിരി നാളായിട്ടും നിങ്ങൾ നോക്കണം, ഏറ്റെടുക്കണം എന്നൊക്കെ ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുക്കുന്നു. അപ്പോൾ മാനേജർ പൊസിഷൻസ്, ആളുകളെ മുന്നോട്ടേക്ക് നയിക്കുക, ലീഡ് ചെയ്യുക, അതായത് മുന്നോട്ടേക്ക് ആളുകളെ നയിക്കുന്ന ഒരു ലീഡർ, ഒരു ബോസ്, ആ ഒരു പൊസിഷനിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് എനർജിയാണ് പലരെയും സംബന്ധിച്ചിടത്തോളം. അതായത് വിധിയെ മാറ്റിമറിക്കാൻ പറ്റാത്ത എനർജി എന്ന് പറയുന്ന പോലെ ആരൊക്കെ എന്തൊക്കെ എവിടെ ഇരുന്ന് ചെയ്താലും നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ടൈമാണ് ഇതെന്നുള്ളത്. ഇത് കർമ്മയാണ്, കാർമിക് എനർജിയാണ്. നോർത്തിനോട് കർമ്മ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നിങ്ങളുടെ കർമ്മ, അത് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരെ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കർമ്മഫലം ലഭിക്കുന്ന എനർജിയാണ്. ജഡ്ജ്മെൻറ്റ് ടൈം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഓരോരുത്തർക്കും അവരുടെ കർമ്മ ലഭിക്കുന്ന സമയമാണ്. നിങ്ങളുടെ കർമ്മ
എന്താണ് എന്നുള്ളത് നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നിങ്ങളുടെ ആഗ്രഹ സബലീകരണം, മാനിഫെസ്റ്റേഷൻ എനർജി കാണിക്കുന്നുണ്ട്. കുറച്ചധികം നാളായിട്ട് നടക്കണം എന്ന് വിചാരിച്ച കാര്യം നടക്കുകയാണ്. ഫൈനലി ആഗ്രഹിച്ച ആ ഒരു കാര്യം, ഒത്തിരി നാളായിട്ട് മോഹിച്ചു നടന്ന ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളെയും സംബന്ധിച്ച് പുതിയൊരു തീരുമാനം എടുക്കുകയാണ്. നിങ്ങൾ കുറച്ചധികം നാളായിട്ട് മനസ്സിലിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം എന്താണോ ആ ഒരു കാര്യം നിങ്ങൾ ഒത്തിരി വെറീഡായിരുന്നു ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവന്നത് നിങ്ങളുടെ ചിലപ്പോൾ ഉറക്കം തന്നെ ഉണ്ടായില്ല എന്ന് വരും. കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉറങ്ങാൻ സമയം കിട്ടുന്നുണ്ടാവില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇരുന്ന് രാത്രി എണീറ്റിരിക്കുക, ആലോചിക്കുക, അതുപോലത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കിടക്കണം. ഫൈനലി നിങ്ങളുടെ ജഡ്ജ്മെൻറ്റ് ടൈമാണ്. ആൻഡ് ജഡ്ജ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ അപമാനിച്ചു വിട്ട ആളുകളുടെ മുമ്പിൽ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ വീണ് കിടന്നിടത്ത് നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫിനിക്സ് പക്ഷി പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന സമയമാണ്. ചില കാര്യങ്ങൾ വർക്കൗട്ട് ആയിട്ടുണ്ടാവില്ല, അതൊക്കെ ഇനി വർക്കൗട്ട് ആവാൻ തുടങ്ങുകയാണ്. അത് ഏത് കാര്യത്തിലാണെങ്കിലും, റിലേഷൻഷിപ്പിലാണെങ്കിലും, കരിയറിൽ, ഫിനാൻസ്, ഏത് സിറ്റുവേഷനിലാണ് യു ആർ ചാർജിങ് ഫോർവേഡ്, മൂവിങ് സക്സസ്ഫുള്ളി മുന്നോട്ടേക്ക്. എല്ലാവരും മറ്റുള്ളവരുടെ മുമ്പിൽ തലയുയർത്തി പിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ്. യു ആർ ഗെറ്റിംഗ് ബെറ്റർ ഇൻ യുവർ ലൈഫ്. യു ആർ ഗ്രോയിങ് ബിഗർ. അതായത് ലൈഫിൽ നിങ്ങളെ പുച്ഛിച്ച് കളിയാക്കിയിട്ടുള്ള ആളുകളുടെ മുമ്പിൽ ധൈര്യമായിട്ട് പോവുക എന്ന് പറയുന്നത് വളരെ അഭിമാനം തോന്നുന്ന ഒരു മുഹൂർത്തം നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണ്. നിങ്ങളുടെ ഗോള്, ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടക്കുന്ന ഒരു സിറ്റുവേഷൻ എന്നുള്ള രീതിയിലാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കാണിക്കുന്നത്. പക്ഷെ ചില കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കുന്നുമുണ്ട് അതേസമയം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് എന്ത് കാര്യം എവിടെ എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് പോസിറ്റിവിറ്റിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഫുൾഫിൽമെൻറ്റ് ലൈഫിൽ വിഷ് കം ട്രൂ എനർജി എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം പീരീഡ് കാണിക്കുന്നത്. അല്ലെങ്കിൽ വീൽ ഓഫ് ഫോർച്യൂൺ എനർജി എന്നൊക്കെ പറയുന്ന പോലെ ഭാഗ്യം, സൗഭാഗ്യമാണ്. അത് ഇങ്ങനെ നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച കാര്യം നേടുന്ന വഴിയാണ്. അല്ലാതെ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതുമാവാം. എന്ന് വെച്ചിട്ട് ലോട്ടറി അടിക്കുക അങ്ങനെ ഒരു ഇതല്ല. നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നേടാൻ ആഗ്രഹിച്ച് നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. ഫെയ്റ്റ് നിങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ തലയിലെഴുത്ത് മറിയുന്ന സമയം എന്നൊക്കെ പറയുക, ആ ഒരു എനർജി കണക്ഷൻസാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് മറ്റുള്ളവർ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളത്, ആ ഒരു എനർജി കൂടുതലായിട്ട് ഈ ഒരു എനർജി ക്യൂനോഫോൺസ് എനർജിയാണ്. ലൈക്ക് യു ആർ ഡൂയിങ് സംതിങ് ദറ്റ് നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യം നിങ്ങൾ ചെയ്ത് കാണിക്കുന്നു എന്നുള്ളത്. മറ്റുള്ളവർക്ക് മാത്രമല്ല, മറ്റുള്ളവരിങ്ങനെ പറയുന്ന കേട്ട് നിങ്ങൾക്ക് തന്നെ സംശയമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്, ഫിനാൻഷ്യലി, ഇമോഷണലി, എല്ലാ അർത്ഥത്തിലും. കാരണം ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ ഒരു ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകും. അതേസമയം തന്നെ ഇമോഷണലി ഇൻ്റലിജൻറ്റ്, ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന ഒരു സിറ്റുവേഷൻ. കാരണം ചില ആളുകൾ നിങ്ങൾക്ക് എപ്പോഴും ഒരാൾ സപ്പോർട്ട് വേണമായിരിക്കും, ഒരാൾ ഉണ്ടാവാം. ആ വ്യക്തി നിങ്ങളുടെ സുഹൃത്തായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ പ്രണയിക്കുന്ന വ്യക്തിയോ, അല്ലെങ്കിൽ വീട്ടിലാരെങ്കിലും. അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളെല്ലാം ചെന്ന് പറയും. പക്ഷെ അവരൊരു ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നത് അവരൊരു ബാധ്യതയായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളോടുള്ള അവരുടെ പെരുമാറ്റം മനസ്സിലാക്കുമ്പോൾ നിങ്ങൾ അതിലും ഇൻഡിപെൻഡൻ്റ് ആവുകയാണ്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ സ്വയമേ തന്നെ മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരിൽ നിന്ന് മാറുന്നു. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ അവരിൽ ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരു ചിന്തയിലുണ്ടായിരുന്ന ആളുകൾ നിങ്ങൾ ഒറ്റയ്ക്ക് സ്വയം അത് കൺട്രോൾ ചെയ്യാൻ പഠിക്കുമ്പോൾ അവർക്കൊരു നെഗറ്റീവ് ഫീലിംഗ് ആണ്. കാരണം ഇനി അവരുടെ ആവശ്യമില്ല, അതായത് നിങ്ങൾക്കല്ലായിരുന്നു അവരുടെ ആവശ്യം, അവർക്കായിരുന്നു നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് അവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. അതൊരു വളരെ വലിയൊരു വലിയൊരു പ്രതികാരം എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. നമ്മൾ 4 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ് ഇവിടെ. ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു പിശുക്ക് ഇത്തിരി കൂടുതലുള്ള സമയമാണ്. അപ്പോൾ പൈസ ചിലവാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ നിങ്ങൾ ഭയങ്കരമായിട്ട് പിശുക്കാണ്. അപ്പോൾ ഇത് ഒരു തരത്തിൽ നിങ്ങൾക്ക് പോസിറ്റീവാണ്. കാരണം നിങ്ങൾ സേവ് ചെയ്യുന്ന കാര്യങ്ങൾ പിന്നീട് ഇൻവെസ്റ്റ് ചെയ്യുകയും
അത് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നല്ലൊരു രീതിയിൽ കുറച്ച് റിസ്ക്കുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും നല്ല രീതിയിൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. കാരണം ഇപ്പോൾ നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. സാമ്പത്തികമായിട്ട് നല്ല കാര്യങ്ങൾ, സാമ്പത്തികമായിട്ട് കുറച്ച് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ. ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.